എല്ലാവർക്കും നമസ്കാരം. ട്രാനോട്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കണ്ണൂരിലേക്കാണ്. കണ്ണൂർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒരുപാട് കാഴ്ചകളുള്ള ഒരു ജില്ലയാണത്. ബീച്ചുകളാണെങ്കിലും ഹിൽ സ്റ്റേഷൻസ് ആണെങ്കിലും അതുപോലെ ഒരുപാടുണ്ട്. അറക്കൽ മ്യൂസിയം, അതുപോലെ തന്നെ ആഞ്ചലോ സ്പോട്ട്, തലശ്ശേരി കോട്ട, മുഴുപ്പിലങ്ങാട് ബീച്ച്, അങ്ങനെ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട്. അപ്പം എന്തോരം കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയില്ല, കാരണം 2 ദിവസമേ ഉള്ളൂ. 2 ദിവസത്തിൽ കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ കവർ ചെയ്തിരിക്കും. അപ്പം നമ്മുടെ കണ്ണൂരിൻ്റെ കാഴ്ചകളിലേക്ക്. നമ്മുടെ കാഴ്ചകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ട്രാനോട്സ് എഴുതിയേക്കുന്നതിൻ്റെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വലത്തെ സൈഡിൽ വരുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ടച്ച് ചെയ്ത് അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടത് സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ ഈ ചാനലിൽ വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ അതിരാവിലെ നമ്മൾ എറണാകുളത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെങ്കിൽ പറ്റില്ല. കാരണം 5 മണിക്ക് അലാറം വെച്ച ഞാൻ മാന്യമായിട്ട് അത് ഓഫ് ചെയ്ത് തിരിഞ്ഞു കിടന്നു. 6:30 എണീറ്റപ്പം. എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ആയതുകൊണ്ട് അവളും 6:30 എണീറ്റത്. എന്തായാലും 7:30 ആയപ്പോഴത്തേനും ഞങ്ങൾ പിള്ളേരെ എല്ലാം റെഡിയാക്കി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾ മാഹി വരെ ആയിട്ടുണ്ട്. അപ്പം മാഹി വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഡീസലുമൊക്കെ അടിച്ച് പോകാം എന്നുള്ള പ്ലാനാണ്. കാരണം നമ്മുടെ നാട്ടിലേക്കായാലും ഏകദേശം ഒരു 2 രൂപ കുറഞ്ഞിരിക്കുമല്ലോ. എന്തായാലും വണ്ടിക്ക് ഡീസലുമൊക്കെ അടിച്ച് വണ്ടി ഹാപ്പിയായി. അപ്പം ഉച്ച സമയമാണ്. ഇനിയിപ്പം നമുക്കൂടെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകുന്നുള്ള പ്ലാനാണ്. ഏതായാലും നമ്മുടെ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഗൂഗിളിൽ നോക്കിയപ്പം തലശ്ശേരി പാരീസ് ഹോട്ടലാണ് ഏറ്റവും ബെസ്റ്റ് റിവ്യൂ കാണിച്ചേക്കുന്നത്. എന്നാൽ പിന്നെ പാരീസ് ഹോട്ടലിലേക്ക് തന്നെ പോകാം എന്ന് പ്ലാൻ ചെയ്തു. പാരീസ് ഹോട്ടൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ രാരാ ഓഫീസിൽ ചെന്ന് അവിടെ നിന്നൊരു ബിരിയാണിയൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനിയിപ്പം നേരെ നമ്മൾ ധർമ്മടം തുരുത്തിലേക്കാണ്. ധർമ്മടം തുരുത്തല്ല, ധർമ്മടം ബീച്ചിലേക്കാണ് പോകുന്നത്. തലശ്ശേരിയിൽ നിന്ന് വരുമ്പം മുഴുപ്പിലങ്ങാട് എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് ധർമ്മടം ബീച്ചിലേക്ക് പോകേണ്ടത്. ധർമ്മടം ബീച്ചിലേക്കുള്ള വഴിയിൽ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ബോട്ടിങ്ങിനൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ചെറിയ ബോട്ടും അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ധർമ്മടം ബീച്ചിലേക്ക് എത്തി. വലിയ തിരക്കൊന്നുമില്ല. കണ്ണൂർ ജില്ലയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ബീച്ചുകളൊക്കെ ഇഷ്ടം പോലെയാണ്. ഒരു പഞ്ഞവുമില്ല. എല്ലാം ഓരോരോ ഓരോ ബീച്ചും ഓരോ രീതിയിലാണ്. ഞാൻ പറഞ്ഞുകൂടെ വലിയ തിരക്കൊന്നുമില്ല. ആകെയുള്ള തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കല്യാണ ആൽബം ഒക്കെ എടുക്കാൻ വന്ന ആൾക്കാരുണ്ട്. അവരുടെ ഫോട്ടോ സെഷനൊക്കെ ഒരു സൈഡിൽ നടക്കുന്നു. കൂടാതെ കുറച്ച് പേര് ഷോർട്ട് ഫിലിമൊക്കെ എടുക്കാൻ വന്നു, അതും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മൾ ആ നേരെ കാണുന്നതാണ് ധർമ്മടം തുരുത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ. കാരണം പലരും പറയാറുണ്ട് അത് വേലിയിറക്കത്തിൻ്റെ സമയത്ത് നമുക്ക് നടന്ന് ആ തുരുത്തിലേക്ക് പോകാവുന്നതൊക്കെ. കാരണം കടലിലെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങുന്ന സമയത്ത് മുട്ടോളം വെള്ളമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നടന്ന് അങ്ങോട്ട് പോകാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മരത്തിൻ്റെ ഒക്കെ ഒരുപാട് കുറ്റികളും ഒക്കെ ഉണ്ട്. കടലിൽ കയറുന്നതനുസരിച്ച് ഒരു പക്ഷേ വെട്ടിക്കളഞ്ഞായിരിക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് മുഴുപ്പിലങ്ങാട് ബീച്ചും കാണാവുന്നതാണ്. നേരെ നോക്കിയാൽ നമുക്ക് അങ്ങനെ കര കാണാം. ആ ഭാഗമാണ് മുഴുപ്പിലങ്ങാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ്.